നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. രാജൻ കൽപ്പത്തൂരിന്റെ ആകാശം തേടിപ്പോയവർ എന്ന ചെറുകഥാ സമാഹാര പുസ്തകം പ്രകാശനം ചെയ്തു. KEN കുഞ്ഞമ്മദ് മാധ്യമപ്രവർത്തകനായ കമൽറാം സജീവിന് കൈമാറി പ്രകാശനം ചെയ്തു. കൽപ്പത്തൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ CMYCയുടെ കലാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നാടക പ്രവർത്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ രാജൻ കൽപ്പത്തൂരിന്റെ ആകാശം തേടിപ്പോയവർ എന്ന ചെറുകഥാ സമാഹാര പുസ്തകം കൽപ്പത്തൂർ AUP സ്കൂളിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും വാഗ്മിയുമായ KEN കുഞ്ഞമ്മദ് മാധ്യമപ്രവർത്തകനായ കമൽറാം സജീവിന് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ PP അബ്ദുൽ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TK അരവിന്ദൻ പുസ്തകം പരിചയപ്പെടുത്തി. കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം ഞാൻ നോക്കിയത് ഇതിൻ്റെ കവർ മനോഹരമായി കമൽറാം ചെയ്തിട്ടുണ്ട്. പുസ്തകവും നല്ല രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഞാൻ അതിൻ്റെ വിലയാണ് നോക്കിയത്. വില നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി വില ഇതിന് നൽകാമായിരുന്നു എന്നാണ് തോന്നിയത്. 180 രൂപയാണ്. ഒരു 250 രൂപയെങ്കിലും ഇതിന് വിലയിടാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അത് ഈ പുസ്തകത്തിൻ്റെ മൂല്യത്തിന് പകരമല്ല. ഈ പുസ്തകത്തിൻ്റെ മൂല്യത്തിന് പകരമായി 250 300 ഉറുപ്പികൾക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ നേരത്തെ ഇവിടെ ആവർത്തിച്ചൊരു കാര്യം, സാധാരണ പുസ്തക പ്രകാശനം എന്ന് നമ്മൾ പറയുന്നത് ഇതുപോലെ ഒരു സദസ്സ് പോകും, എന്നിട്ട് ഏതെങ്കിലും കുറച്ചുകൂടെ വന്നിട്ട് ആ പുസ്തക പ്രകാശനം അത് പ്രകാശിപ്പിക്കാൻ ഒരാൾ ആ വേദിയിൽ സ്വാഗതം പറയാൻ അധ്യക്ഷം, പിന്നെ പുസ്തക പരിചയം, അത് കഴിഞ്ഞ് ധാരാളം പ്രഭാഷണങ്ങൾ, ഒടുവിൽ ഈ പുസ്തകം എഴുതിയ ആളുടെ മറുമൊഴി, സ്നേഹം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമപ്പെടുത്തൽ. പക്ഷേ ഈ ക്രമപ്പെടുത്തലിൻ്റെ ഒക്കെ ഒരു പൊരുൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൻ്റെ പ്രകാശനം സാധാരണഗതിയിൽ ഒരു കവറിട്ട് പൊതിഞ്ഞ് അതിൻ്റെ കെട്ടഴിക്കുന്നതോടെ കഴിഞ്ഞു എന്നാണ് പൊതുധാരണ. കഴിയുന്നില്ല. കഴിയണമെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിന് ഞാൻ 250 രൂപ വില പറഞ്ഞെങ്കിലും ഇതിന് 180 രൂപയാണ്. ആ 180 രൂപ കൊടുത്ത് എല്ലാവരും മിനിമം ഒരു പുസ്തകം, മിനിമം എന്ന് ഞാൻ പറയാൻ കാരണം സാധാരണഗതിയിൽ നമ്മുടെ സൗഹൃദത്തിന്, സ്നേഹത്തിന്, പ്രണയത്തിന് ഒക്കെ ഒരു സമ്മാനമായി, നമ്മുടെ ഒരു സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ. ശാരദ പട്ടേരിക്കണ്ടി, അജയ് ആവള, മുഹമ്മദ് പേരാമ്പ്ര, KC ബാബുരാജ്, TH ജയദാസൻ മാസ്റ്റർ, TC കുഞ്ഞമ്മദ് മാസ്റ്റർ, സുരേഷ് കൽപ്പത്തൂർ, CK സുജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. KC രാജൻ മറുമൊഴി നൽകി. ഇത്തരമൊരു ചടങ്ങ് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇരട്ടി മധുരമാണ്. ശരീരവാസകരും കുത്തിപ്പൊടിയും പെയിന്റും കയ്യിലൊരു പെയിന്റ് ബക്കറ്റും ബ്രഷുമായി ഈ 5-ാം പടി അങ്ങാടിയിലൂടെ രാവിലെയും വൈകുന്നേരവും പോകുന്ന നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു എഴുത്തുകാരനായ കഥാകാരൻ്റെ കുപ്പായമിട്ട് നിൽക്കുക. ഇതെൻ്റെ ഒരു 2ാം ജന്മമാണ്. എനിക്കറിയാം, ഞാനൊരു എഴുത്തുകാരനല്ല, കഥാകൃത്താനല്ല. കഥ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഭാഷയോ വ്യാകരണമോ കഥയുടെ സാങ്കേതികതയോ ഒന്നും അറിയാത്ത ഞാൻ എഴുത്തുകാരനാവുകയാണ്. എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം, പട്ടിണി, അതിൻ്റെയൊക്കെ ഉപ്പുരസമായിരിക്കാം എന്നെ എഴുതണമെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അറിയാതെ എഴുതുകയായി. എഴുതിയതൊക്കെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്തിൻ്റെ, നമ്മുടെ മരിച്ചുപോയവരുടെ, നമുക്ക് സുപരിചിതമായവരുടെ ഒക്കെ കഥകളായി.
സ്വാഗത സംഘം കൺവീനർ NP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് TM കരുണൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.